സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിന് വേണ്ടി എന്ന് പ്രത്യേകം പറഞ്ഞത്, ആ ലാമിട്ട് പറഞ്ഞതിൽ ഒരു പ്രത്യേകം പഠിക്കാനുണ്ട്. ഈ ലാമ് റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരം എന്ന് പറഞ്ഞത് കർറൂഹിലിൽ ബദനി, ശരീരത്തിനുള്ള ആത്മാവ് പോലെയാണ്. ശരീരത്തിന് സഹോദരങ്ങളെ ജീവൻ ശരിയായ രൂപത്തിലുണ്ട് എന്ന് പറയുന്നത്, ആത്മാവ് പൂർണ്ണമായ രൂപത്തിൽ ശരീരത്തെ വിട്ടുപിരിയാതെ കാൽപാദം മുതൽ മൂർധാവ് വരെ, മൂർധാവ് മുതൽ കാൽപാദം വരെ ശരിയായ രൂപത്തിൽ അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് അതിന് നല്ല പ്രശംസയും നല്ല സന്തോഷവും ലഭിക്കുന്നത്. ആത്മാവ് പൂർണ്ണമായിട്ടുണ്ടാകുമ്പോ, അതേ സമയത്ത് ആത്മാവ് വേർപിരിഞ്ഞു പോയാൽ അതിനെ സംബന്ധിച്ച് ഡെഡ് ബോഡി എന്നാണ് പറയുക. അതേ ഒരു ഭാഗത്തുള്ള ആത്മാവ് പിരിഞ്ഞുപോയി, അവിടെ ചലനം ഇല്ല, അവിടെ അനക്കം ഇല്ല. റൂഹ് പിടിച്ചു തുടങ്ങുമ്പോൾ അങ്ങനെയല്ലേ, ഒരു ഭാഗത്ത് ചലനം മറ്റുപോയി, പിന്നെ നോക്കുമ്പോ അടുത്ത ഭാഗത്തും ചലനം മറ്റുപോയി. ചിലരുടേത് കണ്ടിട്ടില്ലേ നിങ്ങൾ, മണിക്കൂർ കണക്കിനുണ്ടാകാറുണ്ട്. ചിലരുടെ ആത്മാവിനെ പിടിക്കുന്നത് 1-2 ദിവസം കൂടുതൽ ഉണ്ടാകാറുണ്ട്. പെട്ടെന്ന് തന്നെ ആത്മാവിനെ പിടിക്കുന്ന സ്വഭാവവും ഉണ്ട്. ചില അവയവങ്ങൾക്കുള്ള ചലനശേഷി പൂർണ്ണമായും നശിച്ചുപോയി, തൊട്ടാൽ അറിയുന്നില്ല. അതേ ചൂട് വെപ്പിച്ചാലും അറിയുന്നില്ല, വേദനിപ്പിക്കുന്ന സ്വഭാവങ്ങൾ നൽകിയാലും അറിയുന്നില്ല. അതിൻ്റെ ആത്മാവ് വേർപിരിഞ്ഞു പോയി, അതിനൊരു ശക്തിയും ഇല്ല, ഒരു ജീവച്ചവം പോലെ കിടക്കുന്നു. കയ്യിനും കാലിനും ഒരു ശക്തിയും ഇല്ലാതെ കിടക്കുമ്പോ അങ്ങനെ പറയാറില്ലേ? അതുപോലെയാണ് ഈ നിസ്കാരത്തിലെ റുക്കൂഉം സുജൂദും. നിസ്കാരത്തിലുള്ള എല്ലാ ഇബാദത്തും റബ്ബിന് വേണ്ടിയുള്ളതായിട്ടില്ലെങ്കിൽ ആ നിസ്കാരവും അങ്ങനെ തന്നെ മൈത്തൻ മർമിയ, വലിച്ചെറിയപ്പെടുന്ന നിർജീവമായ നിസ്കാരമാകും. നിന്റെ നിസ്കാരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും റബ്ബിന് വേണ്ടിയുള്ളതാകണം, നല്ല ഭക്തിപൂർവമുള്ള നിസ്കാരമാകണം, ഇഖ്ലാസ് കൂടിയ നിസ്കാരമാകണം. ഇഖ്ലാസുള്ള നിസ്കാരമാണോ, ആ നിസ്കാരത്തിൽ അത്രയും സുന്നത്തുകൾ പാലിക്കണം, കറാഹത്തുകളൊക്കെ ഒഴിവാക്കണം. ഭക്തിപൂർവമുള്ള നിസ്കാരമാകണം. 2 നിലക്കുള്ള ഭക്തിയും നിസ്കാരത്തിലുണ്ടാകണം. കൽബിന് ഭക്തി ഉണ്ടാകണം, അവയവങ്ങൾക്കും ഭക്തി ഉണ്ടാകണം. നിസ്കാരത്തിൽ പ്രവേശിച്ച ശേഷം നിന്റെ നോട്ടം നിയന്ത്രണ വിധേയമല്ലേ? നിന്റെ കൽബിന് ഖുശൂ ഇല്ല എന്നാണ് അതിന്റെ തെളിവ്. നിന്റെ കൈ വെക്കേണ്ടിടത്ത് ഒതുങ്ങി നിൽക്കുന്നില്ല, നിന്റെ കൈ പല ഭാഗത്തേക്കും പോകുന്നുണ്ട്, നിന്റെ കാല് പല ഭാഗത്തേക്കും പോകുന്നുണ്ട്, നിന്റെ നോട്ടം പല ഭാഗത്തേക്കും പോകുന്നുണ്ട്. ഇതൊക്കെ നിയന്ത്രണ വിധേയമാകണം. അവയവങ്ങൾക്ക് അപ്പോഴാണ് ഖുശൂ ഉള്ളത്. അവയവങ്ങൾക്ക് ഭക്തിയുണ്ടോ എന്നാ കൽബിനും ഭക്തിയുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ താടി പിടിച്ചിങ്ങനെ കളിക്കുന്ന, താടി പിടിച്ചിങ്ങനെ ശരിയാക്കുന്ന ഒരു സ്വഹാബിയെ കണ്ടു. കണ്ടപ്പോൾ തങ്ങൾ പറഞ്ഞു, ലൗ ഖശഅ ഖൽബു ഹാദാ ലഖശഅത് ജവാരിഹുഹു. ഇദ്ദേഹത്തിന്റെ മനസ്സിന് ഖുശൂ ഉണ്ടെങ്കിൽ, കൽബിന് ഭക്തിയുണ്ടെങ്കിൽ അവയവങ്ങൾക്കും ഭക്തിയുണ്ടാകുമായിരുന്നു. നിസ്കാരത്തിലല്ല തലയെക്കെട്ട് ശരിയാക്കേണ്ടത്, നിസ്കാരത്തിലല്ല താടി ശരിയാക്കേണ്ടത്. നിസ്കാരത്തിലാണോ ഷർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി ചൊവ്വാക്കി നിൽക്കേണ്ടത്? തൊപ്പി റെഡിയായില്ല നിസ്കാരത്തിൽ. നിസ്കാരത്തിൽ ഇപ്പൊ ഫോൺ ശരിയാക്കുന്നവരെ നിസ്കാരത്തിലാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്തൊക്കെയാണ് ആൾക്കാരെ ഹാല്. ഫോണൊന്ന് ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ കീശയിട്ടല്ലേ, ശബ്ദിച്ചാൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഒന്ന് അവിടെ ആ സ്വിച്ചൊക്കെ അറിയാലോ, സ്വിച്ചുമിലൊന്ന് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതിയല്ലോ, സൗണ്ട് ഇല്ലാതെ ആവും. ഓഫാക്കൊന്നും വേണ്ട. ഓഫാക്കിയാൽ ആരെങ്കിലും നിസ്കാരത്തിന്റെ ഇടയിൽ മരിച്ചു പോയാലോ, മരിച്ചുപോയ അയാൾക്ക് ഹയാത്താകണമെങ്കിൽ ഫോൺ ഓൺ ആയിക്കണ്ടേ? എന്താ ഇവരൊക്കെ തിരക്ക്. ഫോൺ ഇങ്ങനെ നമ്പർ ഇങ്ങനെ അടിക്കന്നെ, അതിങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്ന ഒക്കെ. നിസ്കാരം റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരമാണ്, മറ്റു ശുഗലുകളിലേക്കൊന്നും പോകാൻ പാടില്ല. കറാഹത്തുകൾ ഒഴിവാക്കിയ നിസ്കാരമാകണം നമ്മുടെ നിസ്കാരം.
നിസ്കരിക്കാൻ വരുന്ന ആളുകളൊക്കെ കഴിവിന്റെ പരമാവധി കറാഹത്തുകൾ ഒഴിവാക്കി നിസ്കരിക്കണം. വേഷവിധാനത്തിലുള്ള കറാഹത്തുകൾ ഒഴിവാക്കണം. കൈ ചുരുട്ടിക്കൂട്ടി വെച്ച് നിസ്കരിക്കാൻ പാടില്ല, കറാഹത്താണ്. കൈ ചുരുട്ടിക്കൂട്ടി വെച്ച് നിസ്കരിക്കാൻ പാടില്ല, കൈ നിവർത്തിയിടണം. പാന്റ് ചുരുട്ടിക്കൂട്ടി വെച്ച് നിസ്കരിക്കാൻ പാടില്ല, പാകത്തിലുള്ള പാന്റ് ധരിക്കണം. പാന്റ് മോശപ്പെട്ട വസ്ത്രധാരണമൊന്നല്ല, നല്ലതാണ്. നല്ല രൂപത്തിലാണെങ്കിൽ നല്ലതാണ്. അത് തുണിയും അങ്ങനെ തന്നെ, ഈ ധരിച്ചിരിക്കുന്നതൊക്കെ അങ്ങനെ തന്നെ. അതിൻ്റെ അളവിലൊത്തതാണെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ എല്ലാം ഒരേപോലെ തന്നെ. പാൻറ്റിനായിട്ട് കുറ്റം പറയില്ല, പാൻറ് നല്ല വസ്ത്രം തന്നെയാണ്, നല്ല രൂപത്തിലാണെങ്കിൽ. തുണി അങ്ങനെ തന്നെ, തുണി ഞെരിയാണിക്ക് താഴെ ഇറങ്ങാൻ പാടില്ല, പാൻറ്റും ഇറങ്ങാൻ പാടില്ല. നിയമക്കെല്ലാത്തിനും തന്നെയല്ലേ. കന്തൂറ ഇറങ്ങാൻ പാടില്ല, കന്തൂറ നെരി ഇറങ്ങാൻ പാടുണ്ടോ? പറ്റൂല. നെരിയാണിക്ക് താഴെ ഇറങ്ങാൻ പറ്റും നിസ്കാരക്കുപ്പായം, പെണ്ണുങ്ങളെ. അത് നല്ലോണം താഴോട്ട് ഇറങ്ങണം. അത് ഞെരിയാണിക്ക് മേലെയാക്കിയിട്ട് പൊക്കി പിടിക്കാൻ പറ്റൂല, അത് താഴോട്ട് ഇറങ്ങണം. കാല് കാണാത്ത വിധം താഴോട്ട് നല്ല വലുപ്പം വേണം നിസ്കാരക്കുപ്പായത്തിന്. നിസ്കാരക്കുപ്പായം ധരിച്ച് കഴുത്തിന്റെ ഭാഗത്ത് ഹോളുണ്ടാകാൻ പാടില്ല, അവിടെ ഇവിടെ ഓട്ട ഉണ്ടാക്കിയിട്ട് കാണാൻ പാടില്ല. കഴുത്തിന്റെ ഭാഗമൊക്കെ നല്ല മറയുന്ന, മക്കനെ ഇട്ടിട്ട് മുടിയൊന്നും പുറത്തേക്ക് കാണാത്ത രൂപത്തിൽ നല്ല ക്ലിയറായി കൃത്യമായി മറയുള്ള നിസ്കാരക്കുപ്പായത്തിന്റെ കൈ, അതിന്റെ കഫിന്റെ ഭാഗം സമിഅല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞു ഉയർത്തുമ്പോ തായോട്ട് കൊഴിഞ്ഞു ചാടാത്ത നല്ല ഫിറ്റായ കഫായിരിക്കണം. തായോട്ടെങ്ങാനും അത് താന്നു പോയിട്ട് ആ ഭാഗം എവിടെയെങ്കിലും ഒന്ന് വെളിവായാൽ നിസ്കാരം ബാത്തിലായി പോവും. നിസ്കാരക്കുപ്പായത്തിന്റെ കയ്യേ ഇപ്പൊ ഈ പുതിയ മോഡൽ വരുന്ന ഫർദന്റെ കയ്യോ പോലാകരുത്, ആ കയ്യോടെ ഫിറ്റാക്കി അടിച്ചു വെക്കണം. അതിപ്പോ ചില സഹോദരിമാർക്കൊരു പണിയുണ്ട്, തുടക്കത്തിലൊന്ന് ഫിറ്റാക്കിയിട്ട് ഇങ്ങനെ ചുരുട്ടിയിട്ടൊന്ന് ഇങ്ങനെ വെക്കും. ഒരു റക്കാത്ത് കഴിഞ്ഞാൽ പിന്നത് പോവും. ഉമ്മമാരെ അത് പടച്ചോനെ പറ്റിക്കുന്ന സ്വഭാവ, അത് ശരിയാകൂല. അത് കൃത്യമായിട്ട് അടിച്ചു വെക്കണം. അങ്ങനെ അടിച്ചത് വാങ്ങാൻ കിട്ടാണ്ട് അങ്ങനത്തെ വാങ്ങിക്കൊടുക്കണം. അങ്ങനെ വാങ്ങിട്ടല്ലേ, വാങ്ങിട്ടാണ്ട് നമ്മളൊക്കെ അങ്ങനത്തെ അല്ലേ വാങ്ങല്. ഇനി ഉമ്മമാർക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ കിട്ടാത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ നാളത്തെ പോയി വാങ്ങാൻ പറയണം ഭർത്താക്കന്മാരോട്. എന്നോട് പരാതി ഒന്നും പറയരുത്, ഉള്ള കാശെടുത്ത് നല്ലത് വാങ്ങിക്കൊടുക്കണം. നല്ലത് വാങ്ങിക്കൊടുക്കും. ഇപ്പൊ കണ്ടില്ല നിങ്ങൾ ഈ കൈ ഫിറ്റായത് കണ്ടില്ലേ, ഇത് കുടുക്കിട്ടിട്ട് ഇതേപോലെ നല്ല ഫിറ്റിൽ നിൽക്കണം. ഇത് ലൂസായിട്ട് തുടക്കത്തിൽ എന്ത് ചെയ്യുന്നറിയോ, ഇവിടെ ഇങ്ങനെ ചുരുട്ടിയിട്ടൊന്നിങ്ങനെ ചുരുട്ടി വെക്കും. ചിലരൊന്നിങ്ങനെ മടക്കിയിട്ടൊന്ന് ടൈറ്റായി ചുരുട്ടി വെക്കും. ചിലർക്ക് 2 റക്കാത്ത് കഴിയുമ്പോഴേ വരെ ഉണ്ടാവും, ചിലർക്ക് 1 റക്കാത്ത് കഴിയുമ്പോൾ തന്നെ പോവും. അപ്പൊ ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് അതിങ്ങനെ താഴോട്ടിറങ്ങുകയാണ്. താഴോട്ടിറങ്ങിയിട്ട് മറക്കേണ്ട ഭാഗം വെളിവായി പോയാൽ, ഔറത്ത് വെളിവായാൽ നിസ്കാരം ശരിയാവോ? മറക്കേണ്ട ഔറത്തൊക്കെ മറക്കണ്ടേ? ചില ആളുകളുണ്ട് സുബ്ഹാനല്ലാഹ്, യാത്രയിലൊക്കെ കാണാൻ ചില ആളുകൾ നിസ്കാരക്കുപ്പായം നിസ്കരിക്കാനുള്ള സ്ഥലത്ത് ഉണ്ടെങ്കിലും സഹോദരിമാർക്ക് നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാക്കിയ സ്ഥലത്ത് ശരിക്കുള്ള നിസ്കാരക്കുപ്പായം ഉണ്ടെങ്കിലും അവരാ പർദ്ദ ധരിച്ച് നിസ്കരിക്കും. എന്നിട്ട് ആ പർദ്ദ ധരിച്ച് നിസ്കരിക്കുന്ന എന്താ ഇതിന്റെ കോലം എന്നറിയോ നിങ്ങൾ? അവരെ സുജൂദിൽ ആ കാലും കാലിന്റെ അപ്പുറം ഇപ്പുറം ഒക്കെ വെളിവാകാണ്. അത് കഴിഞ്ഞ ദിവസം യാത്രയിൽ ഒരു സഹോദരിയോട് പറഞ്ഞപ്പോ ആ സഹോദരി പറഞ്ഞു, സുജൂദിലല്ലേ, അത് സാരല്ല, നിൽക്കുമ്പോ വെളിവാകാൻ ഞാൻ മതിയെന്ന്. പിന്നെ നമ്മൾ എന്ത് മസാല അങ്ങോട്ട് ഓതി കൊടുക്കാനാ? ഉപായവും ന്യായം ഇങ്ങോട്ട് പറയണേ, പിന്നെ അങ്ങോട്ട് എന്ത് ഓതി കൊടുത്തിട്ട് എന്താ കാര്യം? സുജൂദിൽ വെളിവാകാൻ പറ്റുമോ? പറ്റൂല. സുജൂദിലും അത് മറക്കണ്ടേ? അപ്പൊ വേറെ ഒരു പെണ്ണിന് എന്താ സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങള്, അത് ഇങ്ങനെ ഉടുക്കുന്നൊരു പാന്റ് ഉണ്ട്, അതിന്റെ പേര് എനിക്കറിയില്ല. ഒരു പാന്റ് പോലത്തെ ഒരു വസ്ത്രമല്ലേ, എന്താ അതിന് പറയാ? താഴോട്ടൊന്നും മേലോട്ട് പാന്റ്, പിന്നെ ഒരു സാധനം താഴോട്ടായിട്ട് ചുരിദാറാ, ചുരിദാർ. അതിട്ടിട്ടാണ് നിസ്കരിക്കാൻ പോയിട്ട്. അപ്പൊ ശരിക്കും അത് താഴെ ഞെരിയാണി വരെ ഉള്ളൂ ആ സാധനം ഈ ധരിച്ചത്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് തൽക്കാലം ഒരു ഷോക്സ് ധരിച്ചിട്ടുണ്ട്. ഷോക്സ് ധരിച്ച് നിസ്കരിക്കുന്നുണ്ട്. ഷോക്സ് കൊണ്ട് മറ കിട്ടിയില്ലല്ലോ. ഷോക്സ് കൊണ്ട് മറ കിട്ടിയാലും മതി, കുഴപ്പമൊന്നുമില്ല, നല്ല മറയാണെങ്കിൽ. പക്ഷെ ഷോക്സ് ആ ഷൂവിന്റെ കൂടെ ധരിക്കുന്ന ഷോക്സാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ മുന്നില് കാലിന്റെ വിരലിന്റെ ഭാഗത്ത് മുഴുവനും കീറിയിട്ടുണ്ട്. കീറിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ആ കീറിയത് പറ്റും, അത് മുന്നിൽ ചെറിയൊരു കീറലല്ലേ, അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്,
മറക്കേണ്ട ഭാഗം നന്നായി മറക്കണം. തുണി ഉടുക്കുന്നവർ തുണി ശരിക്കും ഇങ്ങനെ നോക്കണം. എവിടെ